നാലാമത്തേത് ആത്മാവിനെ ദഹിപ്പിച്ച് നശിപ്പിക്കാതെ അതിനെ ചൂഴ്ന്നു നിന്ന് ജ്വലിക്കുന്ന തീയാണ്. ദൈവകോപമായ ആത്മീയതയായതുകൊണ്ട് ഇത് അതികഠിനമായ സഹനമാണ്. അഞ്ചാമത്തെ പീഡനം നിത്യമായ ഇരുട്ടും ഭയങ്കരമായ ശ്വാസം മുട്ടിക്കുന്ന ഗന്ധവുമാണ്. ഇരുട്ടാണെങ്കിലും പിശാചുക്കളും നിത്യനാശത്തിൽ പതിച്ച ആത്മാക്കളും പരസ്പരം കാണുന്നുണ്ട്. തൻ്റെയും മറ്റുള്ളവരുടെയും തിന്മകളെല്ലാം ഇവർ കാണുന്നു. ആറാമത്തെ പീഡനം സാത്താൻ്റെ നിരന്തരമായ സഹവാസമാണ്. ഏഴാമത്തെ പീഡനം ഭയാനകമായ നിരാശയും ദൈവത്തോടുള്ള വെറുപ്പും നിന്ദ്യമായ വാക്കുകളും ശാപങ്ങളും ദൈവദൂഷണങ്ങളുമാണ്. ഈ സഹനങ്ങളെല്ലാം ഒരുമിച്ച് നിത്യമായി നശിച്ച ആത്മാക്കൾ സഹിക്കുന്നുവെങ്കിലും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല അവരുടെ വേദനകൾ. ഓരോ ആത്മാവിനും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക പീഡനങ്ങളുമുണ്ട്. ഓരോ ആത്മാവും ചെയ്ത പാപത്തിനനുസൃതമായി അതിഭീകരവും വിവരിക്കാൻ സാധിക്കാത്തതുമായ പീഡനങ്ങളിലൂടെ അവർ കടന്നുപോകുന്നു. ഓരോന്നിലും വ്യത്യസ്തമായ കഷ്ടതകളോടുകൂടിയ പീഡനങ്ങളുടെ കുഴികളും ഗർത്തങ്ങളുമുണ്ട്. സർവശക്തനായ ദൈവം എന്നെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഈ പീഡനങ്ങളുടെ ദർശനത്തിൽ തന്നെ ഞാൻ മരിച്ചു പോകുമായിരുന്നു. പാപം ചെയ്യാൻ ഉപയോഗിച്ച അവയവത്തിന് നിത്യമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പാപികൾ അറിഞ്ഞിരിക്കട്ടെ.